അപ്പോൾ ഇങ്ങനത്തെ ദിക്റുകൾ രണ്ട് ജാതിയാണെന്നാണ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ താല്പര്യം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. ദിക്റുകൾ രണ്ട് ജാതിയുണ്ട്. ഒന്ന് ഉപാധിയുള്ള ദിക്ർ, മറ്റൊന്ന് ഉപാധിയില്ലാത്ത ദിക്ർ. ഉപാധി ഇല്ലാത്ത ദിക്റുകളെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറ. ഉപാധി ഇല്ലാത്ത ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഇന്ന സമയത്താവണമെന്നില്ല. ദിക്റുകൾ ചെല്ലാൻ പറ്റുന്ന ഏത് സ്ഥലത്തും ചെല്ലാം. അതിന് ഇത്ര എണ്ണം വേണമെങ്കിൽ എത്രയും വേണമെങ്കിൽ ചെല്ലാം. റസൂലിനെ പറ്റിയൊക്കെ റസൂല വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ. ചില സ്ഥലത്ത് ഇത് പറയാൻ പറ്റൂല, അല്ലാത്ത എല്ലാ സ്ഥലത്തും റസൂല ദിക്റിലെഴുത് റസൂലിനെ പറ്റി. അപ്പം ചെല്ലാൻ പറ്റാത്ത സ്ഥലം ഒഴിവാക്കി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചെല്ലാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ദിക്റില്ല. അതിന് പ്രത്യേകമാവുന്ന എണ്ണോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലമോ ഒന്നുമില്ല. അതാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളം ദിക്റിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തലക്കാവുന്ന ദിക്റിലേക്കാണ്, ഉപാധിയില്ലാത്ത ദിക്റിലേക്ക്. മറ്റ് ചില ദിക്റുകളുടെ ഉപാധിയോട് കൂടിയുള്ള ദിക്ർ. എന്താ ഉപാധിയോട് കൂടിയുള്ള ദിക്ർ? ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 33 വട്ടം അൽഹംദുലില്ലാ എന്ന് പറയാം, 33 വട്ടം സുബ്ഹാനല്ലാഹ് പറയണം, 33 വട്ടം അല്ലാഹു അക്ബർ. ഇത് 33 തന്നെ പറയണം എന്നാണ്. അത് 34 പറഞ്ഞാൽ എന്താ അതിൻ്റെ അയിമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം. ഒരു വിഭാഗം അയിമ്മത്ത് പറയണത് 33 തന്നെ പറയണം, എന്നാൽ അതിമ്മലി പറയപ്പെട്ട പ്രതിഫലം അവനക്ക് ലഭിക്കപ്പെടും. അത് 34 ആയാലോ, ആ 34 ആയാൽ അത് ഒന്നവിടെ അധികമായല്ലോ. 33 അവനോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പറയപ്പെട്ട എണ്ണം കറക്റ്റായി കൊണ്ട് തന്നെ ചെയ്യണം എന്നാണ്. വേറെ ഒരു കൂട്ടം ഇമ്മത്തിൻ്റെ പക്ഷം 34 ഒരാൾ ചെല്ലി നിൽക്കുക, എന്നാൽ ആ ഒന്നിക്ക് വേറെ തവാബ് ലഭിക്കപ്പെടും. ബാക്കിയുള്ള 33 ഇതിലേക്ക് കൂട്ടിയിട്ട് 33 33 33 അങ്ങനെ 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞത് കൂട്ടി 100ക്ക് പ്രത്യേകമാവുന്ന ഒരു സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ സവാബ് ലഭിക്കപ്പെടും. ഒന്നിനിക്ക് പറയും. വേറൊരു പറഞ്ഞതല്ല, 33 എന്ന് പറഞ്ഞാൽ 33 തന്നെ വേണം, ഒന്നുപോലും ഏറാൻ പാടില്ല, കുറയാനും പാടില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു ഉപാധിയോട് കൂടിയുള്ള ദിക്റാണെങ്കിൽ ആ ദിക്റിൽ പറയപ്പെടുന്ന ഉപാധികൾ മുഴുവനും പാലിക്കപ്പെടുന്ന ഒരു പക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പം അതിൻ്റെ എണ്ണത്തിലേക്ക് കണക്കുണ്ടെങ്കിൽ ആ എണ്ണം കറക്റ്റായിട്ട് പാലിക്കപ്പെടും. സ്ഥലം നിർവഹിക്കപ്പെട്ടാൽ നിക്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് നിക്കാരത്തിൻ്റെ ശേഷം തന്നെ ചെയ്യണം. ഇപ്പം വീട്ടിൽ കിടക്കുമ്പോഴുള്ള ചില ദിക്ർ അത് വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ പറയണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയണം. ഭാര്യയായി കൊണ്ട് ബന്ധപ്പെടുമ്പോഴുള്ള ദിക്ർ പറഞ്ഞു അത് അപ്പം തന്നെ പറയേണ്ടത്, അല്ലാത്ത സ്ഥലത്തല്ല പറയേണ്ടത്. അങ്ങനെ ഓരോ ദിക്റുകൾക്കും അതിൻ്റെതായ പ്രത്യേക സ്ഥലം നിശ്ചയിക്കപ്പെടുകയോ പ്രത്യേകം എണ്ണങ്ങൾ പറയപ്പെടുകയോ ചെയ്താൽ അങ്ങനത്തെ എണ്ണങ്ങൾ പറയപ്പെട്ട സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ട ദിക്റുകൾ അത് ഉപാധിയുള്ള ദിക്റുകളാണ്. ആ ദിക്റുകളെ അതിൻ്റെ ഉപാധികൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യപ്പെടണം എന്നതുപോലെയാണ് മഹാന്മാരാവുന്ന ആളുകളുടെ മശായിഖന്മാരിൽ നിന്ന് ഇജാസത്തോടു കൂടി ലഭിക്കപ്പെടുന്ന ദിക്റുകൾ. മഹാന്മാർ ഇജാസത്ത് നൽകപ്പെട്ട ദിക്റുകൾ, ആ ദിക്റുകളൊക്കെ ആ ഇജാസത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഉപാധിയുള്ള ദിക്റുണ്ട്, ഉപാധിയില്ലാത്ത ദിക്റുണ്ട്. അപ്പം അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഉപാധിയുള്ള ദിക്റുകളും ഉപാധിയില്ലാത്ത ദിക്റുകളും ചെല്ലണം. അതാണ് വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാത സമയത്ത് പ്രത്യേകമായ ദിക്റുകളുണ്ട്, പ്രദോഷ സമയത്തും പ്രത്യേകമായ ദിക്റുകളുണ്ട്.
ആ ദിക്റുകളെ ചിലരെന്ന് പറഞ്ഞാൽ ഉപാധി ഇല്ലാത്ത ദിക്റുകൾ ഉണ്ടാവും, അതാണ് മുത്തലക്കാവുന്ന ദിക്റുകൾ. ആ ദിക്റുകളും ചെല്ലണം. ഉപാധിയോട് കൂടിയുള്ള ദിക്റുകളാവുമ്പോൾ ആ ദിക്റുകളും ചെല്ലണം. എന്തിനാണ് ഇങ്ങനെ ദിക്റ് ചെല്ലുന്നത്? ദിക്റ് ചൊല്ലി ഹൃദയത്തിലെ ശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള നിരോധിക്കപ്പെട്ട ചിന്തകളോ ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ അവിടെ വിശുദ്ധമാവുന്ന ഈമാൻ, ആ ഈമാൻ അവിടെ വളരാൻ ചില പ്രയാസങ്ങളുണ്ടാവും.